ഇന്നാണെങ്കിൽ നല്ല സൂപ്പർ മത്തിക്കറി ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ കുറച്ച് കപ്പയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കപ്പയും മത്തിക്കറിയും നല്ല കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ കപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് തേങ്ങ ചിരകി എടുത്തു കേട്ടോ. തേങ്ങ ചിരകിയിട്ട് നോക്കിയപ്പോഴത്തേക്കും ലിച്ചുവിനെ കണ്ടില്ല. പിന്നെ പോയി റൂമൊക്കെ പോയി തപ്പി നോക്കിയപ്പോൾ എന്താ അതേ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയിട്ട് ആള്. കപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ തേങ്ങ റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിന് കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിലേക്കൊരു 4-5 ചുവന്നുള്ളി, 2 വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ചെറിയ ജീരകം കുറച്ച് ഒരു 1/2 സ്പൂണ്, പിന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കാന്താരി മുളക് കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. കപ്പയ്ക്ക് പച്ചമുളകിനേക്കാളും നല്ല ടേസ്റ്റ് കാന്താരി ഇടുമ്പോഴാട്ടോ. അതാകുമ്പോൾ അത്യാവശ്യം എരിവുണ്ടാകും, നല്ല ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. എന്നിട്ട് നമ്മൾ കപ്പ നേരത്തെ വേവിച്ച് വെച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ തേങ്ങയുടെ മിക്സൊക്കെ ചേർന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 1-2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ എല്ലാം നല്ലപോലെ കപ്പയിൽ പിടിച്ചോളും. ഇപ്പോൾ നമ്മുടെ കപ്പ നല്ലപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ല മീൻ കറിയും മത്തി പൊരിച്ചതൊക്കെ കൂട്ടി കഴിക്കാം.